ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകും. ഈ എരഞ്ഞോളി പാലം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് പോകുന്ന ഗതാഗതക്കുരുക്ക്, മെയിനായിട്ട് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് എരഞ്ഞോളി ഭാഗത്താണ്. ആ ഭാഗത്തുള്ള ഗതാഗത കുരുക്കിന് എന്നേക്കുമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ എരഞ്ഞോളി പാലം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുക. അതുപോലെ തന്നെ ഗൈസ്, 2013 ഈ പാലത്തിൻ്റെ ആദ്യ പ്രവൃത്തി ആരംഭിച്ചത്. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് മറ്റുള്ള പല പല പ്രോബ്ലങ്ങളും കാരണം ഈ പാലത്തിൻ്റെ പണി കുറച്ച് പിന്നോക്ക അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ആണ് ഇതിൻ്റെ പ്രാരംഭ പരിപാടിയല്ല, എല്ലാ പാലത്തിൻ്റെ മൊത്തം പരിപാടി കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം വർക്ക് പകുതി മുക്കാഭാഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇതിൻ്റെ സൈഡ് വരിയെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഈ പാലത്തിൻ്റെ ആളുകൾ പറയുന്നത് വെച്ചാൽ ഫെബ്രുവരിയിൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു പാലം വന്നാൽ തന്നെ നമുക്ക് ഈ എരഞ്ഞോളി പാലത്തിൻ്റെ അതുപോലെ തന്നെ എരഞ്ഞോളിയുടെ തന്നെ മുഖച്ഛായ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളെ പാലം എത്തി കഴിഞ്ഞിരിക്കുകയാണ്. 94 മീറ്ററാണ്, ഫസ്റ്റ് പറഞ്ഞ മാതിരി തന്നെ 94 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. അപ്പോൾ 2013 ഈ പാലത്തിൻ്റെ പ്രവൃത്തി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്ന് തന്നെ 2015 കൂടിയിട്ട് ആ പ്രവൃത്തി, ഈ പാലം പണിയായിട്ട് ബന്ധപ്പെട്ട് പ്രവൃത്തി ഫണ്ടില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിർത്തിവെക്കാനുണ്ടായി. അങ്ങനെ ഈ പാലത്തിൻ്റെ പണി ആകെപ്പാട് നിലച്ച മട്ടായിരുന്നു. പിന്നെ വീണ്ടും പുതിയ മന്ത്രിസഭയോ കാര്യങ്ങളൊക്കെ വന്ന് പുതിയ കരാറുകാരെ, ഹൈദരാബാദ് ആസ്ഥാനാക്കിയിട്ടുള്ള കരാറുകാരെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ സ്പീഡായിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂത്തുപറമ്പിലേക്ക് പോകുന്ന, തലശ്ശേരി കൂത്തുപറമ്പിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ, നല്ലൊരു വാഹനത്തിൽ പോകുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു സുഖയാത്രയായിരിക്കും. കാരണം അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള വൈകുന്നേരത്തുള്ള ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഈ പാലത്തിന് ചെറിയ ഇടുങ്ങിയ പാലമായതുകൊണ്ട് വളരെ പരിതാപകരമായ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ടായാൽ മണിക്കൂറുകളോളം ചില സമയം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു എന്നേക്കുമില്ലാത്തൊരു പരിഹാരം എന്ന് തന്നെ പറയാം. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഇങ്ങനെ പല പല പദ്ധതികളും പാലങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാകട്ടെ. അപ്പോൾ നമ്മൾ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു.
നമ്മുടെ എരഞ്ഞോളി പാലത്തിന്റെ വ്യൂ ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എരഞ്ഞോളി പാലത്തിന്റെ പണി ഏകദേശം വർക്കും കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പാലം പൂർത്തീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തലശ്ശേരി ഭാഗത്തു നിന്ന് കുത്തുപറമ്പത്തിലേക്ക് പോകുമ്പോഴുള്ള ഗതാഗതക്കുരുക്കിന് എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരമായിരിക്കും ഈ പാലം വന്നാലുണ്ടാകുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.